TN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. KSRTCയുടെ പ്രവർത്തനങ്ങൾ എല്ലാ തലത്തിലും ഡിജിറ്റലൈസ് ചെയ്യാൻ സാധിച്ചുവെന്നും ആധുനികവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് മലപ്പുറം ബസ് സ്റ്റേഷനിലാണെന്നും ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ മലപ്പുറം KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വിവിധ പ്രവൃത്തികളുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് പാർട്ടിയിൽ നിന്ന് നേരിട്ട കടുത്ത അവഗണനയുടെ ഭാഗമാണെന്ന് N ഷംസുദ്ദീൻ MLA. PK ശശിയെ UDFിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ചില കാര്യങ്ങൾ രഹസ്യമാണെന്നായിരുന്നു MLAയുടെ മറുപടി. ചെർപ്പുളശ്ശേരി നഗര നവീകരണ പദ്ധതിയുടെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഈ മാസം 22 വൈകിട്ട് 5 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. വള്ളുവനാടൻ ഉത്സവങ്ങളിലെ ചരിത്ര പ്രസിദ്ധമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന് ആചാര പെരുമയോടെ കൊടിയേറി. മാർച്ച് 2-നാണ് കുതിരകളിയും തേരും തട്ടിന്മേൽക്കൂത്തും ആനപ്പൂരവുമെല്ലാം ഉൾപ്പെട്ട പൂരം. ചെർപ്പുളശ്ശേരി കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലും ഉത്സവത്തിന്റെ ഭാഗമായി കൊടിയേറ്റം നടന്നു. KSRTC പ്രവർത്തനങ്ങൾ എല്ലാ തലത്തിലും ഡിജിറ്റലൈസ് ചെയ്യാൻ സാധിച്ചുവെന്നും ആധുനികവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് മലപ്പുറം ബസ് സ്റ്റേഷനിലാണെന്നും ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ മലപ്പുറം KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വിവിധ പ്രവൃത്തികളുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. മലപ്പുറം KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിൽ 90 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച ലോവർ ലെവൽ 2 ബ്ലോക്കിന്റെ ഉദ്ഘാടനവും 5 കോടി രൂപയുടെ 2ാം ഘട്ട നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനവുമാണ് നടന്നത്. ജീവനക്കാരുടെ ക്ഷേമത്തിനായി മെക്കാനിക്കൽ, ഡ്രൈവർ, കണ്ടക്ടർ വിഭാഗങ്ങളിൽ പരമാവധി പ്രമോഷനുകൾ നടപ്പിലാക്കാൻ KSRTC MDക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ സംസ്ഥാനത്ത് 31 ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി 23ാമത്തെ സ്കൂൾ ഉടൻ ഉദ്ഘാടനം ചെയ്യും. മലപ്പുറത്തെ യാത്രക്കാർക്കായി ബംഗളൂരുവിലേക്ക് പുതിയ AC ബസ് സർവീസും ഊട്ടിയിലേക്ക് പഴയ വണ്ടി മാറ്റി സൂപ്പർ ഫാസ്റ്റ് സർവീസും ആരംഭിക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. പിന്നെ എല്ലാ പെട്രോൾ പമ്പുകളും KSRTCയിലെ പമ്പുകളെല്ലാം നമ്മളൊരു ഓട്ടോമേറ്റ് ചെയ്യുകയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി സഹകരിച്ചുകൊണ്ട്. അപ്പോൾ ഒരു തുള്ളി ഡീസൽ, 1 ലിറ്റർ ഡീസൽ ഇവിടെ അടിച്ചാൽ KSRTC MDക്ക് അവിടെ കാണാൻ പറ്റും ഇവിടെ 1 ലിറ്റർ ഡീസൽ അടിച്ചു. അപ്പോൾ ഏത് ഡ്രൈവറാണ് കൂടുതൽ ഡീസൽ എടുക്കുന്നത്, ഡ്രൈവർ മാറിയാലും ഡീസൽ മൈലേജ് കുറഞ്ഞു എന്ന് കണ്ടാൽ വണ്ടിയുടെ കുഴപ്പമാണെന്ന് നമ്മൾ മനസ്സിലാക്കും. ആ വണ്ടിയെ പരിഹരിക്കും. പരമാവധി വണ്ടികളിപ്പോൾ ഒരു ഡ്രൈവാണ്, പുക തുപ്പുന്ന വണ്ടികളെല്ലാം പിടിച്ച് പണിതിറക്കുക എന്നുള്ളതാണ്. 1400 വണ്ടി, ഞാൻ മന്ത്രിയും പ്രമോദ് ശങ്കർ CMD ആയിട്ട് വരുമ്പോൾ 1450 വണ്ടി വരെ ഒരു ദിവസം ഷെഡിൽ കിടക്കായിരുന്നു. ഇപ്പോൾ പരമാവധി കിടക്കുന്നത് 450, 420, 430 ഇങ്ങനെ അത്രയും വണ്ടി മാത്രമേ അകത്തുള്ളൂ. ബാക്കി മൊത്തം വെളിയിലുണ്ട്. നിങ്ങളിപ്പോൾ റോഡിൽ പോയി കഴിഞ്ഞാൽ പണ്ട് KSRTC ബസ് വല്ലപ്പോഴും കാണാൻ പറ്റും, ഇപ്പോൾ എപ്പോഴും കാണാം. എല്ലാത്തിലും ആളുമുണ്ട്. കാരണം ജനങ്ങളെ ആകർഷിച്ചത് നമ്മളൊരു നല്ല കാര്യത്തിലൂടെയാണ്. കാരണം ജനങ്ങളെ ആകർഷിച്ചത് നല്ല ഹോട്ടലുകളിൽ അക്രഡിറ്റ് ചെയ്തു. അതായത് നമ്മൾ റെസ്റ്റോറൻറ്റ് പണിയാൻ നോക്കിയിട്ട് സമ്മതിക്കില്ല, നമ്മൾ ക്യാൻറ്റീൻ കൊടുക്കാൻ സമ്മതിക്കില്ല, കുഴപ്പങ്ങൾ ഉണ്ടാക്കണം. അതുകൊണ്ട് റോഡ് സൈഡിലുള്ള നല്ല റെസ്റ്റോറൻറ്റുകളിൽ 2 വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ടെങ്കിൽ ലേഡീസിന് 2 ടോയ്ലറ്റും ജെൻസിന് 2 ടോയ്ലറ്റും നല്ല ഹൈജീനിക് കണ്ടീഷൻ ആണെങ്കിൽ നമ്മളൊരു കമ്മിറ്റി പോയി പരിശോധിക്കും. ഈ കമ്മിറ്റി പോയി പരിശോധിച്ച് ഫിക്സ് ചെയ്താലും ഓരോ 3 മാസം കൂടുമ്പോഴും ഈ കമ്മിറ്റി വീണ്ടും ഹോട്ടലുകൾ പരിശോധിച്ചിട്ട് നല്ല ഫുഡ് കൊടുക്കുന്ന നല്ല സൗകര്യമുള്ള സ്ഥലങ്ങളിൽ വണ്ടി നിർത്തി കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി. അവിടെ വേറെ ഒന്നുമില്ല, ഞങ്ങൾക്കൊരു പൈസയും തരണ്ട, ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അവർ നിർത്തി കൊടുക്കും. അത് പണ്ടൊരു രഹസ്യ പരിപാടിയായിരുന്നു, അത് ഞങ്ങൾ പരസ്യമാക്കി, അത്രയുള്ളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. രഹസ്യമായിട്ട് കള്ളത്തരം കാണിക്കുന്നതിനേക്കാൾ നല്ലത് സത്യസന്ധമായിട്ട് പറയാം, ഡ്രൈവറും കണ്ടക്ടർക്കും ഫുഡ് കൊടുക്കുക നിങ്ങൾ ഫ്രീ ആയിട്ട്. വേറെ KSRTCക്ക് ഒന്നും തരണ്ട, ഒരു 10 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ മതി. കാരണം വണ്ടി എവിടെ വന്നു എന്നറിയാൻ വേണ്ടി മാത്രം. അപ്പം ജീവനക്കാരെ സംബന്ധിച്ച് സന്തോഷിക്കാൻ വകുപ്പുണ്ട്. ഒരുവിധം ആൾക്കാർക്കെല്ലാം പ്രമോഷൻ തന്നിട്ടേ ഞാൻ ഇലക്ഷനിലേക്ക് പോവുള്ളൂ എന്ന് ജീവനക്കാർക്ക് ഞാൻ ഉറപ്പ് തരികയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരുവിധം ആൾക്കാർക്കെല്ലാം പ്രമോഷൻ പ്രതീക്ഷിക്കാം. മെക്കാനിക്കൽ വിഭാഗത്തിലും കണ്ടക്ടർ, ഡ്രൈവർ എല്ലാവരും ഒരു പ്രമോഷൻ്റെ സാധ്യതകൾ ഞാൻ തരും. അതിനുള്ള തീരുമാനം ഇന്ന് രാവിലെ മലപ്പുറത്ത് വെച്ച് ഞാൻ CMDക്ക് കൊടുത്തു കഴിഞ്ഞു. നാളെയോ മറ്റന്നാളോ അദ്ദേഹം അതിൻ്റെ ഉത്തരവ് പുറത്തിടിക്കും. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യും. പിന്നെ ശമ്പളം വർദ്ധിപ്പിച്ചതിനൊക്കെ ആഗ്രഹമുണ്ട്, DA കൂട്ടിത്തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി അങ്ങനെ മെച്ചപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ മാസമൊക്കെ ഏതാണ്ട് 134 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് ഓടി നിൽക്കുകയാണ്.
അപ്പോൾ ശമ്പളം സർക്കാർ തരുന്ന പൈസ കൂടി ചേർത്തുകൊണ്ടാണ് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ അത് കിട്ടാൻ താമസിക്കുമ്പോൾ നമ്മുടെ ഓവർ ഡ്രാഫ്റ്റ് ഭയങ്കരമാണ്, അതിന് പലിശ ഭയങ്കരമായിട്ട് കൂടും. അതുകൊണ്ടാണ് പല ചെലവുകളും വെട്ടി കുറയ്ക്കുന്നത്. മലപ്പുറം നഗരസഭയിൽ പിങ്ക് ബസ് അനുവദിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പി ഉബൈദുള്ള MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ KSRTC MD ഡോക്ടർ പ്രമോദ് ശങ്കർ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി, ജില്ലാ കളക്ടർ VR വിനോദ്, നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനിഷ റഫീഖ് തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജീവനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു. CCN മലപ്പുറം. ചെർപ്പുളശ്ശേരി നഗര നവീകരണ പദ്ധതിയുടെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഈ മാസം 22 വൈകിട്ട് 5 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 39.6 കോടി രൂപ ചിലവഴിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ നഗരത്തെ നവീകരിച്ചത്. നെല്ലായ സിറ്റി മുതൽ കച്ചേരിക്കുന്ന് വരെയുള്ള 4 കിലോമീറ്റർ പാതയാണ് ആധുനിക രീതിയിൽ നവീകരിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് ആശുപത്രി മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള നഗരഹൃദയ ഭാഗം 4 വരി പാതയാക്കി മാറ്റുകയും ചെയ്തു. റോഡിന്റെ ഇരുവശങ്ങളിലും ഓവുചാലുകൾ നിർമ്മിച്ച് സ്ലാബുകൾ പാകുകയും കാൽനട യാത്രക്കാർക്കായി കൈവരികളോടുകൂടിയ കോൺക്രീറ്റ് നടപ്പാതകൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. നഗരത്തിന് മനോഹാരിത പകരാൻ ആകർഷകമായ തെരുവിളക്കുകളും സ്ഥാപിച്ചു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നിർമ്മാണം ഏറ്റെടുത്ത ഈ പദ്ധതി 2 വർഷമെടുത്താണ് പൂർത്തിയാക്കിയത്. നിർമ്മാണത്തിനായി മാത്രം 31 കോടി രൂപ ചിലവായപ്പോൾ ബാക്കി തുക വാട്ടർ അതോറിറ്റി, KSEB തുടങ്ങിയ വകുപ്പുകളുടെ മാറ്റങ്ങൾക്കായി ഉപയോഗിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള വിപുലമായ സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. CCN ചെർപ്പുളശ്ശേരി. PK ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് പാർട്ടിയിൽ നിന്ന് നേരിട്ട കടുത്ത അവഗണനയുടെ ഭാഗമാണെന്ന് N ഷംസുദ്ദീൻ MLA. PK ശശി UDF-ലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ചില കാര്യങ്ങൾ രഹസ്യമാണെന്നായിരുന്നു MLA-യുടെ മറുപടി. അദ്ദേഹത്തോട് പാർട്ടി ചെയ്ത കുറേ അന്യായങ്ങൾക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാനല്ല വിശദീകരിക്കേണ്ടത്. UDF-ലേക്ക് വരാൻ സാധ്യതയുണ്ടോ? അദ്ദേഹം നിലപാട് വ്യക്തമാക്കുമ്പോൾ അതിനനുസരിച്ചുള്ള നിലപാടും മറുപടിയൊക്കെ ഞങ്ങളുടെ ഭാഗത്തുണ്ട്. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ സൂചനകളാണ്, ഇതൊക്കെ ഊഹങ്ങളുമാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. ഇനി എന്താണ് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള സ്റ്റാൻഡ്, എങ്ങനെയാണ്, എന്താണ് നിലപാട്, എങ്ങനെയാണ് അദ്ദേഹം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നയം വ്യക്തമാക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾ അതിനോടുള്ള ഞങ്ങളുടെ പ്രതികരണവും മറുപടിയൊക്കെ UDF-ലേക്ക് വന്ന സ്വാഗതം ചെയ്യും. അല്ല, ഈ ആരും പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അപ്പുറത്ത് വിയോജിപ്പുണ്ടായി നമ്മളുമായി സഹകരിക്കാൻ തയ്യാറുള്ളവർ വരുമ്പോൾ, അതും പൊതുപ്രവർത്തന രംഗത്ത് പാരമ്പര്യമൊക്കെയുള്ള ആളുകൾ വരുമ്പോൾ, ജനപിന്തുണയുള്ള ആളുകൾ വരുമ്പോൾ അത് സ്വാഗതം ചെയ്യും, സ്വാഭാവികമല്ലേ. അല്ല, VD സതീശൻ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ നേതാക്കളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് വരുന്നുണ്ട്. അപ്പോൾ സണ്ണി ജോസഫ് ഇന്നലെ പറയുകയും ചെയ്തു, ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളത് പറയുകയും ചെയ്തല്ലോ. അല്ല, അതാണ് ഞാൻ പറയുന്നത്. ശശിയേട്ടൻ നിലപാട് വ്യക്തമാക്കിയില്ല. ഇപ്പം അദ്ദേഹം പാർട്ടിയോടുള്ളൊരു ഞാൻ വിലയിരുത്തുന്നത് അങ്ങനെയാണ്, പാർട്ടിയോടുള്ളൊരു വിയോജിപ്പിൻ്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെയാണ് പാർട്ടി നൽകിയ ഒരു ചുമതല തിരിച്ചേൽപ്പിച്ചത്. അല്ല, മറ്റുള്ള UDF നേതാക്കളെ അപേക്ഷിച്ച് MLA ആയിട്ട് ഒരു കൂടുതൽ അടുപ്പം വെക്കുന്നത് സ്വാഭാവികമായിട്ട് കഴിഞ്ഞ 15 വർഷമായി ഞാൻ മണ്ണാർക്കാടാണ്. അപ്പോൾ മണ്ണാർക്കാട്ടെ പൊതുരംഗത്ത് നമ്മുടെ നാട്ടിലെ വികസനവും സാമൂഹികവും ജനകീയവുമായ പ്രശ്നങ്ങളിൽ വളരെ അടുത്ത് ഇടപഴകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം ഉണ്ടല്ലോ. ആ സൗഹൃദ സംഭാഷണത്തിന് ഇടയിൽ എപ്പോഴെങ്കിലും MLA എന്നുള്ള രീതിയിൽ PKസിനെ UDF-ലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെ ചില കാര്യങ്ങൾ അങ്ങനെ പറയാൻ കഴിയില്ല. ഏതായാലും ഞങ്ങളൊക്കെ തമ്മിൽ നല്ല സൗഹൃദമാണ്. അദ്ദേഹം നിലപാട് വ്യക്തമാക്കട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. വിസ്മയങ്ങൾക്ക് സാധ്യതയുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഈ ഭരണവും അപ്പുറത്തുള്ള ജീർണതകളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അതിൻ്റെ ഒരു പ്രതിഫലനം പാലക്കാട് മാത്രമല്ല, കേരളത്തിലെല്ലാവർക്കും. CCN മണ്ണാർക്കാട്. മതവിദ്വേഷവും വർഗീയ ചേരിതിരിവും ഉണ്ടാക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച കരിമ്പ സ്വദേശിയെ കല്ലടിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു. കരിമ്പനക്കൽ വീട്ടിൽ അബ്ദുൽ ലത്തീഫാണ് പിടിയിലായത്.
മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള ചിത്രങ്ങളും സന്ദേശങ്ങളും ഇയാൾ ഫേസ്ബുക്കിലൂടെ തുടർച്ചയായി പ്രചരിപ്പിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. പാലക്കാട് ജില്ലാ സൈബർ പെട്രോൾ വിഭാഗം സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയ നിരീക്ഷണത്തിലാണ് നിയമവിരുദ്ധമായ പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് കല്ലടിക്കോട് പോലീസ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മണ്ണാർക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. CCN ചത്തല്ലൂർ. അലനല്ലൂരിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച MDMAയുമായി 2 യുവാക്കളെ നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ലോഡ്ജ് കേന്ദ്രമാക്കി മയക്കുമരുന്ന് വിതരണം ചെയ്യാനായിരുന്നു ഇവരുടെ ശ്രമമെന്ന് പോലീസ് അറിയിച്ചു. അലനല്ലൂർ കണ്ണംകുണ്ട് പള്ളിക്കാട്ടുതൊടി ഹാഷിം, പാലക്കാഴി ചോലയിൽ വീട്ടിൽ അരുൺ എന്നിവരെയാണ് നാട്ടുകൽ CI ഹബീബുള്ളയും സംഘവും ചേർന്ന് പിടികൂടിയത്. 5.670 ഗ്രാം MDMA പിടിച്ചെടുത്തു. അലനല്ലൂരിലെ സ്വകാര്യ ലോഡ്ജ് കേന്ദ്രീകരിച്ച് ലഹരിമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ വലയിലായത്. പിടിയിലായ ഹാഷിമിന്റെ കൈവശം 3.240 ഗ്രാമും അരുണിന്റെ കൈവശം 2.430 ഗ്രാമും MDMAയാണ് ഉണ്ടായിരുന്നത്. ലോഡ്ജ് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിതരണം ചെയ്യാനായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്ന് പോലീസ് അറിയിച്ചു. CCN ചത്തല്ലൂർ. ചെർപ്പുളശ്ശേരി കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ 8 ദിവസങ്ങളിലായി ആഘോഷിക്കുന്ന ഉത്സവത്തിന് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ കൊടിയേറി. ചെർപ്പുളശ്ശേരി ശിവൻ നയിച്ച പഞ്ചവാദ്യവും നടന്നു. ഫെബ്രുവരി 26-നാണ് ആറാട്ടുത്സവം. തന്ത്രിമാരായ പെരുമ്പടപ്പ് ഋഷികേശൻ സോമയാജിപ്പാടും മേൽമുണ്ടയൂർ അനൂപ് കൃഷ്ണൻ നമ്പൂതിരിയും കൊടിയേറ്റ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കേളി, ആചാര്യവരണം, മുളയിടൽ എന്നീ ചടങ്ങുകൾക്കു ശേഷമാണ് ക്ഷേത്രസന്നിധിയിൽ ഉത്സവക്കൊടി ഉയർന്നത്. കൊടിയേറ്റിനോടനുബന്ധിച്ച് കണ്ണകി നൃത്ത നാടകവും ചെർപ്പുളശ്ശേരി ശിവൻ നയിച്ച പഞ്ചവാദ്യവും നടന്നു. ഉത്സവ ദിവസങ്ങളിൽ പുലർച്ചെ 5 മണി മുതൽ പ്രഭാതക്കേളി, കൊട്ടിപ്പാടി സേവ, മുളപൂജ, ശ്രീഭൂതബലി, മുറജപം എന്നിവയും ഉണ്ടാകും. വൈകുന്നേരങ്ങളിൽ ചാക്യാർകൂത്ത്, ചുറ്റുവിളക്ക്, നാഗസ്വരം, തായമ്പക എന്നിവയ്ക്ക് പുറമെ രാത്രിയിൽ എഴുന്നള്ളിപ്പും വിവിധ കലാപരിപാടികളും അരങ്ങേറും.
ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ പള്ളിവേട്ട ഫെബ്രുവരി 25-ന് നടക്കും. ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടുള്ള ആറാട്ടുത്സവം ഫെബ്രുവരി 26-നാണ്. തുടർന്ന് രാത്രി 7:30-ന് മാഹാളിക്കുന്നത്ത് നിന്ന് 3 ആനകളുടെ അകമ്പടിയോടെയും പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണത്തിൽ പാണ്ടിമേളത്തോടും കൂടി തിരിച്ചെഴുന്നള്ളിപ്പ് നടക്കും. ക്ഷേത്രത്തിൽ 21 പ്രദക്ഷിണം പൂർത്തിയാക്കി കൊടിയിറക്കുന്നതോടെ 8 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിന് സമാപനമാകും. CCN ചെറുപ്പുളശ്ശേരി. മണ്ണാർക്കാട് നഗരത്തെ ഭീതിയിലാഴ്ത്തി കോടതിപ്പടിയിൽ വൻ തീപിടുത്തം. കോടതിപ്പടിയിലുള്ള ഷൂ പ്ലാനറ്റ് എന്ന കടയുടെ 2ാം നിലയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ അതിവേഗം ഇടപെട്ട് തീ അണച്ചതിനാൽ വലിയ ദുരന്തം ഒഴിവാക്കാനായി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഷോർട്ട് സർക്യൂട്ടാണോ അപകടത്തിന് വഴിവെച്ചതെന്ന് അധികൃതർ പരിശോധിച്ചു വരികയാണ്. CCN മണ്ണാർക്കാട്. തിരുവിഴാംകുന്ന് മാളിക്കുന്ന് പെരുമ്പിടാരിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച രാവിലെ 9:30ഓടെയായിരുന്നു അപകടം സംഭവിച്ചത്. പെരിന്തൽമണ്ണ പട്ടിക്കാട് സ്വദേശികളായ കണ്ടൻതൊടി ഷുഹൈബ്, മേപ്പറമ്പിൽ റിബിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. അലനല്ലൂർ ഭാഗത്ത് റോഡ് പണി നടക്കുന്നതിനാൽ എളുപ്പവഴിയായ കൂമൻചിറ വഴി വന്ന് കോട്ടോപ്പാടം റോഡിലേക്ക് കയറുന്നതിനിടെയാണ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ കാർ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് മറിഞ്ഞു വീണാണ് യുവാക്കൾക്ക് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CCN ചെത്തല്ലൂർ. തച്ചമ്പാറ ഇസാഫ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ക്യാമ്പസിലെ ദീനബന്ധു സ്കൂൾ ഓഫ് നഴ്സിംഗിലെ 27ാമത് ബാച്ച് GNM വിദ്യാർത്ഥികളുടെ ലാമ്പ് ലൈറ്റിംഗ് ചടങ്ങും സത്യപ്രതിജ്ഞയും നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികൾ നഴ്സിംഗ് രംഗത്തെ സേവനത്തിന്റെ വെളിച്ചം ഏറ്റുവാങ്ങി. ഇസാഫ് ഗ്രൂപ്പ് ഓഫ് സോഷ്യൽ എന്റർപ്രൈസസ് സ്ഥാപകനും ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് MD ആൻഡ് സിഇഒയുമായ ഡോക്ടർ കെ പോൾ തോമസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇസാഫ് നടത്തി വരുന്നുണ്ട്. അതിൽ തീർച്ചയായിട്ടും വളരെ അഭിമാനമുള്ള കാരണം സമൂഹത്തിൽ ഏറ്റവും വളരെ നേരിട്ട് സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രൊഫഷനാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. ഒരു ആശുപത്രിയുടെ പ്രധാനപ്പെട്ട ആളുകൾ ഒരുപക്ഷെ ഡോക്ടറെക്കാളും ഉപരി ആയിട്ട് ആളുകൾ രോഗികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും രോഗികളുമായിട്ട് അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുന്നതും ഒക്കെ അവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന നഴ്സസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഇന്ന് 27ാമത് ബാച്ചിലെ എല്ലാവരെയും ഈ പ്രൊഫഷൻ തെരഞ്ഞെടുത്തതിന് പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഇസാഫ് ഫൗണ്ടേഷൻ കോ-ഫൗണ്ടറും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ മെറീന പോൾ അധ്യക്ഷത വഹിച്ചു. ഈ പഠനത്തോടൊപ്പം നിങ്ങളുടെ ക്രിയാത്മകത, ക്രിയേറ്റിവിറ്റിയും പ്രോത്സാഹിപ്പിക്കുന്ന കലാകായിക രംഗങ്ങളിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒക്കെ ലിസ്റ്റ് നമ്മൾ കണ്ടു.
ഒപ്പം പഠനത്തിനോടൊപ്പം നിങ്ങൾ ആ ക്രിയേറ്റിവിറ്റിയും ഇവിടെ എന്താ പറയുക നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. ഓരോ പ്രാവശ്യവും വരുമ്പോഴും ഞാൻ എപ്പോഴും പ്രിൻസിപ്പൽ ആവർത്തിച്ച് പറയാറുണ്ട്, അതൊക്കെ കുട്ടികൾ ചെയ്തതാണ്. ഇന്ന് ഈ ബാക്ക്ഡ്രോപ്പ് കണ്ട് നിങ്ങൾ ഞാൻ ഞെട്ടി. കാരണം അത്ര ഭംഗിയായിട്ട്, അത്ര നല്ല കളർ സെൻസും ഒക്കെയുള്ള വളരെ ഭംഗിയായിട്ടുള്ള, എനിക്ക് ഇതുവരെയുള്ളതിന് ഏറ്റവും ഭംഗിയായിട്ടുള്ള ബാക്ക്ഡ്രോപ്പ് ഇതാണ്. ഓരോ പ്രാവശ്യവും വളരെ ഭംഗിയായിട്ട്, അതിലും വളരെ സന്തോഷമുണ്ട്. അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ജെയിംസ് കെ അബ്രഹാം സ്വാഗതം ആശംസിക്കുകയും വിദ്യാർത്ഥികൾക്ക് നൈറ്റിംഗേൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. Myself before God and this assembly to practice my profession faithfully. I will not take or knowingly administer any harmful drug. I will do all in my power to elevate the standards of my profession. നഴ്സിംഗ് ട്യൂട്ടേഴ്സ് കുട്ടികൾക്ക് ദീപം തെളിയിച്ചു നൽകി. നഴ്സിംഗ് ട്യൂട്ടർ ഡെൽന ജാക്വലിൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇസാഫ് ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ റൈസൻ പി ചാക്കോ ഡെഡിക്കേഷൻ പ്രാർത്ഥനയും സന്ദേശവും നൽകി. സെഡാർ ഇന്റഗ്രേറ്റഡ് ഫുഡ് ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ ആശിഷ് ക്രിസ്പോൾ, ഇസാഫ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ വി പി യഹിയ, ഇസാഫ് ഹോസ്പിറ്റൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ബിജു ജോർജ്, ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ക്ലസ്റ്റർ ഹെഡ് പി കെ ബിനിൽ എന്നിവർ ആശംസകൾ നേർന്നു. ചടങ്ങിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും വിതരണം ചെയ്തു. നഴ്സിംഗ് ട്യൂട്ടർ സി ശ്രുതി നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. CCN മണ്ണാർക്കാട്. നെല്ലായ പൊട്ടച്ചിറ പൊന്മുഖം മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ മുറജപയജ്ഞത്തിന് ഭക്തി നിർഭരമായ തുടക്കം. ഫെബ്രുവരി 16 ആരംഭിച്ച യജ്ഞം 21 തീയതി വരെ ശ്രീ മഹാവിഷ്ണു സന്നിധിയിൽ വെച്ചാണ് നടക്കുന്നത്. യജ്ഞത്തിന്റെ 2ാം ദിനത്തിൽ മഹാദേവ മഹാവിഷ്ണു വലിയ ബലിക്കൽ പ്രതിഷ്ഠാ ചടങ്ങുകൾക്കും ശുദ്ധി കലശത്തിനും തുടക്കമായി. രാവിലെ 10 മണിയോടെ ക്ഷേത്രം തന്ത്രി പനാവൂർ ദിവാകരൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ക്ഷേത്രം ശില്പി ശ്രീനിവാസൻ തിരുനാവായിൽ നിന്നും ബലിക്കല്ലുകൾ ഏറ്റുവാങ്ങുന്ന ചടങ്ങ് നടന്നു. മഹാദേവ വലിയ ബലിക്കൽ സമർപ്പണം നടത്തിയ രാമചന്ദ്രൻ KT വേണ്ടി രാജൻ ചിറ്റണ്ടയും മഹാവിഷ്ണു വലിയ ബലിക്കൽ സമർപ്പണം നടത്തിയ C ഗോപാലകൃഷ്ണൻ നായരുടെ കുടുംബവും ശില്പിയിൽ നിന്നും ബലിക്കല്ലുകൾ ഏറ്റുവാങ്ങി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ രത്മേഷിന് സമർപ്പിച്ചു. ഏറ്റുവാങ്ങിയ ബലിക്കല്ലുകൾ വൈകിട്ട് 4:30 എക്സിക്യൂട്ടീവ് ഓഫീസർ ക്ഷേത്രം തന്ത്രിക്ക് സമർപ്പിക്കുന്ന ചടങ്ങ് നടക്കും. ചടങ്ങിൽ വെച്ച് ക്ഷേത്രം ഊരാളൻ ടി വത്സകുമാറിനെ മുൻ മേൽശാന്തി ദുർഗാദാസ് നമ്പൂതിരി പൊന്നാടയണിയിച്ച് ആദരിച്ചു. പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ്, സെക്രട്ടറി ജയൻ, മറ്റു കമ്മിറ്റി അംഗങ്ങൾ, ക്ഷേത്ര ജീവനക്കാർ എന്നിവരും ഭക്തജനങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. ആത്രാശ്ശേരി മന മുരളീധരൻ നമ്പൂതിരിയാണ് സപ്താഹയജ്ഞത്തിന്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ക്ഷേത്രം തന്ത്രി പനാവൂർ ദിവാകരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകളും ശുദ്ധി കലശവും നടക്കുന്നത്. CCN ചെർപ്പുളശ്ശേരി. കലാകാരന്മാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കലാസായാഹ്നം സംഘടിപ്പിച്ചു. മലപ്പുറം KSRTC പരിസരത്ത് നടന്ന പരിപാടി പ്രശസ്ത മജീഷ്യൻ RK മലയത്ത് ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഒന്ന് തന്നെയാണ്, വീണ്ടും ആവർത്തിക്കുന്നത്, ഞങ്ങൾ വോട്ട് ബാങ്ക് അല്ല. പക്ഷേ സംസ്ഥാനത്ത് ആകെ നോക്കിക്കഴിഞ്ഞാൽ ലക്ഷത്തോളം വരുന്ന കലാകാരന്മാർ ഇവിടെ ജീവിക്കുന്നുണ്ട്. അവർക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല നന്മ എന്ന സംഘടന പ്രവർത്തിക്കുന്നത്. പലപ്പോഴും ഞങ്ങൾ സമൂഹത്തിന്റെ ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
കലാകാരന്മാരുടെ ആവശ്യങ്ങളോട് സർക്കാർ സ്വീകരിക്കുന്ന നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചും ഈ മാസം 26-ന് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിനും ധർണയ്ക്കും മുന്നോടിയായുള്ള പ്രചരണ പരിപാടികളുടെ ഭാഗമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കലാകാര ക്ഷേമനിധി പെൻഷൻ 5000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, പാവപ്പെട്ട കലാകാരന്മാർക്ക് നൽകുന്ന 1600 രൂപ പെൻഷൻ വർദ്ധിപ്പിച്ച് ക്ഷേമനിധി പെൻഷന് തുല്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സംഘടന ഉന്നയിച്ചു. ജില്ലാ പ്രസിഡന്റ് ലുക്മാൻ അരീക്കോട് അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി സജിത്, ഹനീഫ് രാജാജി, കൃഷ്ണകുമാർ, ശ്രീമതി, ഉസ്മാൻ എന്നിവർ സംസാരിച്ചു. CCN മലപ്പുറം. വള്ളുവനാടൻ ഉത്സവങ്ങളിലെ ചരിത്രപ്രസിദ്ധമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന് ആചാര പെരുമയോടെ കൊടിയേറി. മാർച്ച് 2-നാണ് കുതിരക്കളിയും തേരും തട്ടിന്മേൽക്കൂത്തും ആനപ്പൂരവുമെല്ലാം ഉൾപ്പെട്ട പൂരം. വേണ്ടപ്പെട്ടവരൊക്കെ എത്തിയോ എന്ന് ക്ഷേത്ര സന്നിധിയിൽ കോമരം വിളിച്ചു ചൊല്ലി. ക്ഷേത്രമുറ്റത്ത് 7 ദേശങ്ങളിൽ നിന്നെത്തിയ ഭക്തർ 2 തവണ നിഷേധസ്വരമുയർത്തി. 3-ാം വട്ടവും കോമരത്തിന്റെ ചോദ്യമുയർന്നു. ഭക്തരുടെ ആർപ്പുവിളികൾക്കിടെ ശനിയാഴ്ച രാത്രി 11-ന് താഴത്തേക്കാവിൽ കൊടിക്കൂറ ഉയർന്നു പൊങ്ങി. പിന്നാലെ മേലേക്കാവിലും കൂത്തുമാടത്തിലും കൊടി ഉയർന്നു. കുംഭമാസത്തിലെ മകം നാളിൽ മാർച്ച് 2-നാണ് ചിനക്കത്തൂർ പൂരം. ഒറ്റപ്പാലം, മീറ്റ്ന, പാലപ്പുറം, പല്ലാർമംഗലം, എറക്കോട്ടിരി, തെക്കുമംഗലം, വടക്കുമംഗലം എന്നിങ്ങനെ 7 ദേശങ്ങൾ ചേരുന്നതാണ് പൂരാഘോഷം. തട്ടകത്തിന് ഇനിയുള്ള 10 നാൾ പറയെടുപ്പ് ചടങ്ങിന്റേതാണ്. CCN ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSRTCയുടെ പ്രവർത്തനങ്ങൾ എല്ലാ തലത്തിലും ഡിജിറ്റലൈസ് ചെയ്യാൻ സാധിച്ചുവെന്നും ആധുനികവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് മലപ്പുറം ബസ് സ്റ്റേഷനിലാണെന്നും ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. മലപ്പുറം KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വിവിധ പ്രവൃത്തികളുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് പാർട്ടിയിൽ നിന്ന് നേരിട്ട കടുത്ത അവഗണനയുടെ ഭാഗമാണെന്ന് N ശംസുദ്ദീൻ MLA. PK ശശിയെ UDF-ലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ചില കാര്യങ്ങൾ രഹസ്യമാണെന്നായിരുന്നു MLA-യുടെ മറുപടി. ചെർപ്പുളശ്ശേരി നഗര നവീകരണ പദ്ധതിയുടെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഈ മാസം 22-ന് വൈകിട്ട് 5 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. വള്ളുവനാടൻ ഉത്സവങ്ങളിലെ ചരിത്രപ്രസിദ്ധമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന് ആചാര പെരുമയോടെ കൊടിയേറി. മാർച്ച് 2-നാണ് കുതിരകളിയും തേരും തട്ടിന്മേൽക്കൂത്തും ആനപ്പൂരവുമെല്ലാം ഉൾപ്പെട്ട പൂരം. ചെർപ്പുളശ്ശേരി കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലും ഉത്സവത്തിന്റെ ഭാഗമായി കൊടിയേറ്റം നടന്നു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.